ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നായ FC ബാഴ്സലോണയ്ക്ക് ഇന്നലെ ഒരു അപ്രതീക്ഷിത തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അഗ്രിഗേറ്റിൽ 6-നെതിരെ 7 ഗോളുകൾക്കാണ് ഇന്റർ മിലാൻ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി ചാമ്പ്യൻസ് ലീഗിൽ നിന്നും FC ബാഴ്സലോണ പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്തവണ വലിയ ഒരു പ്രതീക്ഷ ആരാധകർക്കുണ്ടായിരുന്നു എന്നതാണ്. ഏതായാലും ഈ തോൽവിക്ക് ശേഷം ഹാൻസി ഫ്ലിക്ക് സംസാരിച്ചിട്ടുണ്ട്. പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും, അടുത്ത സീസണിൽ കാണാം എന്നൊക്കെയാണ് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. അതേസമയം പെഡ്രിയും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ശ്രദ്ധ മുഴുവൻ ലാലിഗയിലാണ്, അതല്ലെങ്കിൽ റയലിനെതിരെയുള്ള മത്സരത്തിലാണ് എന്നാണ് പെഡ്രി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഫ്ലിക്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ഇന്ന് പുറത്തായി, പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല. അടുത്ത സീസണിൽ ഞങ്ങൾ തിരിച്ചെത്തും. ഞങ്ങളുടെ ആരാധകർക്ക് മുന്നിൽ ഞങ്ങളുടെ സ്റ്റേഡിയത്തിൽ വലിയ ഒരു പിന്തുണ അവകാശപ്പെടാൻ സാധിക്കുന്നവരാണ് ഞങ്ങൾ. ഇന്ന് വിജയിക്കാൻ ആവശ്യമായതെല്ലാം ഞങ്ങൾ ചെയ്തിരുന്നു, പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. അതേസമയം പെഡ്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ഇപ്പോൾ തകർന്നിരിക്കുന്നു, പക്ഷേ നാളെ മുതൽ ഞങ്ങൾ മാഡ്രിഡിൽ ഫോക്കസ് ചെയ്യണം. കാരണം ലാലിഗയുടെ ഒരു വലിയ ഓഹരി അവിടെയാണ് കിടക്കുന്നത്. ഇതാണ് പെഡ്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇനി ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം കൂടി നമ്മെ കാത്തിരിക്കുകയാണ്. മെയ് 11-ാം തീയതി വൈകിട്ട് ഇന്ത്യൻ സമയം 7:45-നാണ് FC ബാഴ്സലോണയും റയലും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ലാലിഗയിലാണ് ഈ മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ FC ബാഴ്സലോണക്ക് ആ ഒരു ലാലിഗ കിരീടം ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതേസമയം റയലാണ് വിജയിക്കുന്നത് എങ്കിൽ ഈ ഒരു കിരീട പോരാട്ടം മുറുകുകയാണ് ചെയ്യുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.